നമസ്കാരം. കേരളത്തിൽ കോൺഗ്രസ് ഭരണത്തിലേക്ക് കടക്കുന്നതോടെ നേതാക്കൾ ജനങ്ങൾക്ക് നൽകിയ പ്രധാന വാഗ്ദാനങ്ങളായ ഇന്ദിരാ ഗ്യാരണ്ടികൾ നടപ്പാക്കാനുള്ള പ്രാരംഭ നടപടികൾക്ക് തുടക്കമാവുകയാണ്. ഇതിന്റെ ഭാഗമായി ഈ മാസം 18-ാം തീയതി ചേരുന്ന പുതിയ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഈ പദ്ധതികൾ പരിഗണനയ്ക്ക് വരും. എന്നാൽ പ്രഖ്യാപിച്ച എല്ലാ ഗ്യാരണ്ടികളും പൂർണ്ണമായ തോതിൽ ജനങ്ങളിലേക്ക് എത്താൻ കുറഞ്ഞത് 6 മാസമെങ്കിലും സമയമെടുക്കും എന്നാണ് നിലവിലെ സൂചനകൾ. തിരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളെ ഏറെ ആകർഷിച്ച പ്രഖ്യാപനങ്ങളിലൊന്നായിരുന്നു KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര. ആദ്യ നാളുകളിൽ തന്നെ ഈ പദ്ധതി പ്രാബല്യത്തിൽ വരുത്താൻ സർക്കാർ ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ട്. എങ്കിലും സംസ്ഥാനത്തിന്റെ നിലവിലെ സാമ്പത്തിക സാഹചര്യം കണക്കിലെടുത്ത് മറ്റു വലിയ പ്രഖ്യാപനങ്ങളായ ആരോഗ്യ ഇൻഷുറൻസ് പോലുള്ളവ ഉടനടി നടപ്പാക്കാൻ കഴിയില്ല എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സാ പരിരക്ഷ ഉറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് കോൺഗ്രസ് പ്രകടന പത്രികയിലൂടെ മുന്നോട്ട് വെച്ചത്. ഈ പദ്ധതിയുടെ പ്രായോഗികതയെക്കുറിച്ച് ആവശ്യമായി വരുന്ന ഭീമമായ തുകയെക്കുറിച്ചും വിശദമായി പഠിക്കേണ്ടതുണ്ട്. ഇതിനായി ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ പ്രത്യേകമായി ചുമതലപ്പെടുത്താനാണ് ആദ്യ മന്ത്രിസഭാ യോഗം തീരുമാനിക്കുക.